ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ആഴ്ച ഓണമൊക്കെ വരികയാണ്. അപ്പോൾ എല്ലാ ഓണത്തിനും നമ്മൾ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മൾ ആശംസയൊക്കെ അയക്കാറുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ആശംസ അയക്കുന്നത് ഇപ്പോൾ ഗൂഗിളിനകത്ത് പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഒരു ഇമേജൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ആശംസ അയക്കുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് അതൊന്ന് മാറ്റി ചെയ്താലോ? അതായത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്കൊരു ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മളുടേതായിട്ടുള്ള ആശംസകളൊക്കെ എഴുതിയിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഏത് സെക്ടറിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഏത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിലും കുറച്ചൊക്കെ ഫോട്ടോയും വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലുമൊക്കെ നമുക്കത് ലൈഫിൽ ഉപകാരപ്പെടും. അപ്പം ഒരു ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു എഡിറ്റിംഗ് ചെയ്യാനായിട്ട് ഞാൻ 3 ആപ്ലിക്കേഷനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ മൊബൈൽ സ്ക്രീനിൽ കാണുന്ന ക്യാൻവ, സ്നാപ്സീഡ്, കവർ മേക്കർ. ആ സ്നാപ്സീഡ് കൊണ്ട് തന്നെ നമുക്ക് അത് മാത്രമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 3 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തിയും കൂടെ തരിക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്ന 3 ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആശംസ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻസൊക്കെ ഒത്തിരി നമുക്ക് നമ്മുടെ പല കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ ആദ്യത്തെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാനായിട്ടാണ് ഞാൻ ഈ ക്യാൻവ എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുമ്പോൾ കണ്ടില്ല, ഇതുപോലെ കുറേ ടെംപ്ലേറ്റുകൾ കിട്ടും. ഞാനിതിനകത്ത് വെറുതെ ബാക്ക്ഗ്രൗണ്ട് എന്നങ്ങ് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള കുറേ ഇതുപോലുള്ള ടെംപ്ലേറ്റുകൾ കിട്ടും. ഇതിലേതെങ്കിലും ഒരെണ്ണം സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സെർച്ച് ചെയ്യാണ്. ഇതിനകത്ത് എഡിറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്, എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിലൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. താഴെ ഈ കളർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ഇമേജിൽ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ മേളിൽ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ആ സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന ഡൗൺലോഡിൻ്റെ ഉള്ള ഓപ്ഷനാണ്. അതങ്ങ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായി. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരെണ്ണം കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്തുനിന്ന് ഫ്രീ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളാണ്. അപ്പോൾ ആ ചിത്രങ്ങൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇപ്പോൾ മാവേലിയുടെ ചിത്രമോ അല്ലെങ്കിൽ ഓണസദ്യയുടെയോ ഓണപ്പൂക്കളത്തിൻ്റെതോ ഇതുപോലെ കഥകളിയുടെ ചിത്രമോ ഇനി തെങ്ങിൻ്റെ ചിത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ചിത്രം വെച്ചിട്ടുള്ള ആശംസയാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു മാവേലിയുടെയും ഓണസദ്യയുടെയും കഥകളിയുടെയും ഒക്കെയാണ്. ഇതിനകത്ത് ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഫ്രീ ഇമേജസ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഇമേജസ് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം. ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ ഈ ഇമേജിനകത്ത് കാണുന്നത് പോലെ ഈ കോളമൊക്കെ പോലെ കിടക്കുന്നത് അതാണ് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. അത്തരത്തിലുള്ള ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യുക. ഇനി സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ ഇങ്ങോട്ടേക്ക് ബ്രൗസ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ എടുക്കുന്നു. ടൂൾസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് ഡബിൾ എക്സ്പോഷർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇനി ഓരോ ഇമേജസ് നമുക്ക് ഇതിലേക്ക് ബ്രൗസ് ചെയ്തെടുക്കാം. ഇതുപോലെ ബ്രൗസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെയൊക്കെ നിൽക്കും. നമ്മളതിനെ നമ്മുടെ 2 വിരലുകൾ ഉപയോഗിച്ചിട്ട് ചെറുതാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം മേളിലുള്ള ഓപ്പൺ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ആരോയൊക്കെയുള്ള ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുക. വ്യൂ എഡിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഡബിൾ എക്സ്പോഷർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ബ്രഷിൻ്റെ ചിഹ്നം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോ വരും. ഇതിനകത്തുനിന്ന് സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഇനി നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കണം. അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഡ്രോ ചെയ്ത് കൊടുക്കണം. മാവേലിയെ മാത്രം നിർത്തിക്കൊണ്ട് മാവേലിയുടെ ചുറ്റുപാടുള്ള നമ്മൾ സൂം ചെയ്തിട്ട് തന്നെ മാക്സിമം ചെയ്യണം. എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സൂം ചെയ്തിട്ട് ഡ്രോ ചെയ്ത് നല്ല വൃത്തിയായിട്ട് എടുക്കുക.
ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴെ ഇത് ടിക്ക് മാർക്ക് കൊടുക്കുക. ബാക്കിലേക്ക് വരിക, ടൂൾസ് എടുക്കുക. ഇതിനകത്ത് ഈ സെലക്റ്റീവ് എന്നുള്ള ഭാഗത്ത് കൊടുത്തിട്ട് ഇവിടെ നമുക്കൊന്ന് സെലക്റ്റൊക്കെ ചെയ്ത് ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടുക, അല്ലെങ്കിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക. അടുത്തതായിട്ട് ടൂൾസ് എന്നുള്ള ഓപ്ഷൻ വീണ്ടും എടുക്കുക. ഡബിൾ എക്സ്പോഷർ വീണ്ടും എടുക്കുന്നു. അടുത്ത ഇമേജ് നമ്മൾ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സദ്യയുടെ എടുക്കാം, ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഇതുപോലെ സദ്യ വന്നിട്ടുണ്ട്. ഇതിനെ ഇനി ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് വെക്കാം. ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം മുമ്പേ ചെയ്തതുപോലെ തന്നെ മേളിലുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. വ്യൂ എഡിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഏറ്റവും മേളിൽ കാണുന്ന ഡബിൾ എക്സ്പോഷർ എടുക്കുന്നു. ബ്രഷിൻ്റെ സിമ്പിൾ എടുക്കുന്നു. സെക്കൻഡുള്ള ഐക്കൺ സെലക്ട് ചെയ്യുന്നു. ഈ 100 എന്ന് കിടക്കുന്നത് മാറ്റിയിട്ട് നമ്മൾ 0 എന്നാക്കുന്നു. അതിനുശേഷം മുമ്പേ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇനി ഇത് സൂം ചെയ്തിട്ട് ഇത് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇനി മാവേലിയുടെ അവിടെ ഇനിയും വരച്ചു കൊടുക്കണോ എന്നുള്ളതല്ലേ. അപ്പോൾ ഇനി മാവേലിയുടെ അവിടെ നമ്മൾ എന്നാ വരച്ച് കഴിഞ്ഞാലും കണ്ടില്ലേ, മുമ്പേ ഉള്ള ആ ഒരു ഇമേജ് തന്നെ വരുള്ളൂ. അതായത് ആ വൈറ്റേൽ നമ്മൾ മാവേലിയെ വരച്ച് വെച്ചതേ വരുള്ളൂ. അപ്പോൾ അതും നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. ടിക്ക് മാർക്ക് കൊടുക്കുക. ബാക്കിലേക്ക് വരിക. ടൂൾസിനകത്ത് മുമ്പേ ചെയ്തതുപോലെ തന്നെ സെലക്റ്റീവ് എടുത്തിട്ട് കുറച്ചും കൂടെയൊക്കെ ഈ ഇലയൊക്കെ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് കൊടുക്കുക. അതിലെ കൊണ്ട് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബ്രൈറ്റ്നസ് കുറച്ച് കൊടുക്കുമോ, കോൺട്രാസ്റ്റിനകത്തൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരും. അതൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 2 ഇമേജാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇമേജ് വെക്കാം. ഇനി വേറെ ഇമേജസ് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത് സേവ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് കൊടുക്കുന്നു. സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ആശംസ എഴുതണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കവർ മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണ്. ക്രിയേറ്റ് കവർന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ റേഷ്യോ വെച്ചിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഫേസ്ബുക്കിന് വേണ്ടിയിട്ട്, ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട്, ഇനി യൂട്യൂബിന് വേണ്ടിയിട്ട്, ട്വിറ്ററിന് വേണ്ടിയിട്ട്, ഇങ്ങനെ പല രീതിയിൽ പല മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ യൂട്യൂബിൻ്റെ തമ്പനെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഇമേജിനെ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇതിപ്പോൾ ആ ഒരു റേഷ്യോ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ്. ഇനി നിങ്ങൾ റേഷ്യോ മാറുന്നതനുസരിച്ച് ആ ഒരു ഇമേജിൻ്റെ സൈസ് മാറി വരും. സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റ് വരും. അത് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് ഇനി നമുക്ക് എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് മലയാളത്തിൽ എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്ത് നല്ല നല്ല ഫോണ്ടുകളൊക്കെ കിട്ടും. ഫോണ്ടിനകത്ത് വന്നിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ രീതിയിൽ ഫോണ്ടിനെയൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടുന്ന് കളറ് മാറ്റാം. ഇവിടെ ഒത്തിരി കളറുകൾ അവൈലബിൾ ആണ്. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് നമുക്കിതുപോലെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്കിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്നിട്ട് ഇതിനെ സേവ് ചെയ്യാനായിട്ട് മേളിൽ ഈ ഏറ്റവും താഴോട്ടുള്ള ആരോ കാണുന്നത് അത് കൊടുക്കുക. അപ്പോൾ അത് സേവായിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇതിന് മാത്രം കഷ്ടപ്പെടുന്നത്, ഗൂഗിളിൽ പോയിട്ടൊരു ഇമേജ് എടുത്തിട്ടങ്ങ് കൊടുത്താൽ പോരെ എന്നുള്ളത്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്വന്തം ഒരു ക്രിയേറ്റിവിറ്റി, നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ 3 ആപ്ലിക്കേഷനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. കുറച്ചൊക്കെ എഡിറ്റിങ്ങും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.